നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിനെ നേരിടാൻ തയ്യാറെടുക്കാവുന്നതാണ്. കൃത്യമായി പറയാൻ സാധിക്കില്ല, എന്നാലും ഒരു അവലോകനം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനീഷ് വാര്യർ, വേദിക് അസ്ട്രോളജർ ആൻഡ് വാസ്തു കൺസൾട്ടന്റ്. കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക രാശിക്കാർക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതായത് 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള കാലയളവിലെ ഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. മലയാള മാസം ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലയളവിലെ. വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാനത്തെ കാൽപാദവും അനിഴവും തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശി തേളിന്റെ രൂപത്തിലാണ് അറിയപ്പെടുന്നത്. അതായത് അവർക്ക് തങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അവർ നല്ല സ്നേഹം തിരിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ഉപദ്രവിക്കുമ്പോൾ അവരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർ. അവർക്ക് മനസ്സ് വളരെ ലോല മനസ്സായിട്ടാണ് പറയപ്പെടുന്നത്. പെട്ടെന്ന് സങ്കടം വരികയും സന്തോഷം വരികയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് വൃശ്ചിക രാശിക്കാർ. അവർക്ക് ഈ വർഷം നല്ല ഒരു വർഷമായിട്ടാണ് പറയപ്പെടുന്നത്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുകയും അതിലൂടെ അവർക്ക് സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് 1200 ആണ്ട്. പക്ഷെ എന്നിരുന്നാലും മനക്ലേശം ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുകയും ആ ജോലിയിലൂടെ അവർക്കൊരു ഉന്നതമായ സാമ്പത്തിക അഭിവൃദ്ധിയും അതേപോലെ തന്നെ മനസ്സിന് സുഖവും ലഭിക്കുന്നതാണ്. പക്ഷെ അവിടെ അവർ അശ്രദ്ധമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുകയും അതുകൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നുപെടുന്ന ഒരു കാലം കൂടെ ആയിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുവെ 2025 ജനുവരി മുതൽ അവർക്ക് കുറച്ച് നല്ല കാലമായിട്ട് വേണം പറയാനായിട്ട്. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുകയും അവരുടെ ബിസിനസ് മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വാഹനയോഗം പറയുന്നുണ്ട്. ഗൃഹനിർമ്മാണം തുടങ്ങാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിനകത്തേക്ക് പുതിയ അംഗങ്ങൾ വന്നു ചേരുന്നതാണ്. അത് വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ പുതിയ അംഗങ്ങൾ കുട്ടികൾ ഉണ്ടാകുന്നതും ആവാം. വളരെ ഒരു നല്ല വർഷമായിട്ടാണ് വൃശ്ചിക രാശിക്കാർക്ക് ഈ വർഷം പറയപ്പെടുന്നത്. വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽപാദമാണ് വൃശ്ചിക രാശിയിൽ വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വർഷം നല്ല കാലമായിട്ടാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിലൂടെ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മനക്ലേശം ഉണ്ടാകുമെന്നാണ് മറ്റൊരു പ്രശ്നമായിട്ട് പറയേണ്ടത്. അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാവുന്ന വാക്കുകൾ ചിലപ്പോൾ സഹിക്കാൻ പറ്റാതെ വരികയും അതുമൂലം മനസ്സിന് ദുഃഖം വരികയും അതിലൂടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അശ്രദ്ധയാണ് പറയപ്പെടുന്നത്. അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പഠിക്കാൻ സാധിക്കില്ല. അത് പഠിച്ചാലും അത് ഓർത്തു വയ്ക്കാൻ സാധിക്കാതെ വരികയും അതിലൂടെ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം. സാമ്പത്തികപരമായി നല്ല ഒരു വർഷമായിരിക്കും ജോലിക്കാർക്കും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും. പൊതുവെ എല്ലാവർക്കും ഒരു മേൽഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഗൃഹനിർമ്മാണമാണെങ്കിലും അതേപോലെ തന്നെ വാഹനം വാങ്ങിക്കാൻ ഒരു യോഗം അവിടെയുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ഒരു വർഷമായിട്ട് വേണം വൃശ്ചിക രാശിക്കാർക്ക് ഈ വർഷം പറയാൻ. പക്ഷേ ഈ മാനസിക ക്ലേശം മൂലം ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കാവുന്നതാണ്. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്നതാണ്. ഇപ്പം ജോലി കയറ്റം, അതേപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി, വിദേശ യാത്രകൾ, വിദേശത്ത് ജോലി ലഭിക്കുക, അങ്ങനെയുള്ള നമുക്ക് പുരോഗതിയും നമ്മുടെ ജീവിത നിലവാരം തന്നെ മറ്റൊരു രീതിയിലേക്ക് പോകുന്ന രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധയോടെ വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം വളരെയധികം പുരോഗതി വന്നുപെടുന്നതാണ്. അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും നല്ല ഒരു നേട്ടമുണ്ടാകുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം കൃത്യതയോടെ വേണം അത് ചെയ്യാണ്ട്. ഇല്ലെങ്കിൽ അതുമൂലം നമുക്ക് ദുഃഖങ്ങൾ വരികയും
ചെയ്ത കാര്യത്തെ ചൊല്ലി കുറ്റബോധം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വാക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. ബന്ധുമിത്ര ആദികളുമായി കലഹത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുട്ടികൾക്ക് അപകടമുണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അവർ കളിക്കുമ്പോഴും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട്. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ വർഷം ഗുണകരമാണ്. പുതിയ വാഹനം മേടിക്കാനുള്ള ഒരു യോഗമുണ്ട്. ഗ്രഹനിർമ്മാണം തുടങ്ങി വയ്ക്കാനൊരു സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് അവർക്ക് പുതിയ പുതിയ അസോസിയേഷനുകൾ ലഭിക്കുന്നതിലൂടെ തങ്ങളുടെ ബിസിനസ്സിനെ മറ്റൊരു മേഖലയിലേക്ക് എത്തിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സാധിക്കുന്നതാണ്. ജോലി തേടുന്ന ആൾക്കാർക്ക് നല്ല ജോലി ലഭിക്കാനൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വിദേശത്ത് ജോലി തേടുന്ന ആൾക്കാർക്ക് അവർക്കൊരു വിദേശയാത്ര ഉണ്ടാവുന്നതാണ്. അതിലൂടെ അവർക്ക് അവരുടെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് എത്തുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അവർക്ക് അശ്രദ്ധ മൂലം പല പ്രശ്നങ്ങൾ വന്നുപെടുന്നതാണ്. ഇപ്പോൾ വാക്ക് കൊടുക്കുന്നതിന് മൂലം ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടം സൂക്ഷിക്കേണ്ടതാണ്. വരുമാനം നല്ലപോലെ ഉണ്ടെങ്കിലും അവർക്കത് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കാതെ വരികയും അതിലൂടെ സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കേണ്ടതുമാണ്. പക്ഷെ എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ പോകുമ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണകരമായിട്ടാണ് പറയുന്നത്. പിന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് ഭക്ഷണം മൂലമുള്ള കുറച്ച് പ്രശ്നങ്ങൾ വന്നുപെടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പുറത്തുനിന്നും മറ്റും ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് പോയിസൺ പോലുള്ള കാര്യങ്ങളിൽ വന്നുപെടാനൊരു സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനുണ്ട്. അതേപോലെ കുടുംബത്തിനകത്തും ആണെങ്കിലും കലഹങ്ങൾ കുറവാണെങ്കിലും ഒരു സുഖക്കുറവിനുള്ള ഒരു സാധ്യത ചിലപ്പോൾ വന്നേക്കാം. അതേ ചൊല്ലി കൂടുതൽ ചിന്തിക്കാതെ അതിനെ അതിൻ്റെതായ രീതിയിൽ മാനേജ് ചെയ്ത് പോകുമ്പോൾ അത് പ്രശ്നമല്ലാതായിത്തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാർ അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെ പരിഹരിക്കാനും മനസ്സിന് ധൈര്യവും ശാന്തിയും ലഭിക്കുന്നതിനായിട്ട് സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും ക്ഷേത്രം നടത്തുന്നതും ഷഷ്ടിവ്രതം പോലുള്ള വ്രതങ്ങൾ എടുക്കുന്നതും ഉത്തമമാണ്. RKG നെയ്യ്